ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ചേച്ചിക്ക് സുഖമാണ്. കുറേ ദിവസമായില്ലേ ഇങ്ങനെ വന്ന് കഥ പറയാനിരുന്നിട്ട്. ഇന്ന് പാചകമൊന്നുമില്ല, ഇന്ന് ഇത്തിരി വാചകം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ വന്ന് കഥ പറഞ്ഞിട്ട് കുറേ ദിവസമായി. എല്ലാവർക്കും സുഖമാണോ? ഫാൻ ഇട്ടേക്കുന്ന ഫാനിൻ്റെ സൗണ്ട് ഇതിൽ കയറി വരുമോ ഇല്ലേന്ന് അറിഞ്ഞുകൂടാ. ഒരു മൈക്കൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ച് പറയുന്നതല്ലാതെ ഇതുവരെ നടക്കുന്നില്ല കേട്ടോ. നമ്മൾ ഫോണിൻ്റെ സ്ക്രീൻ ഫ്രണ്ട് ഇതുണ്ടല്ലോ, അതെല്ലാം പൊട്ടി പൊളിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണമെന്ന് വിചാരിക്കുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല സുഹൃത്തുക്കളെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെ നാട്ടിലും മഴയുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇന്ന് മഴയില്ല കേട്ടോ. ഇന്നിവിടെ മഴയുണ്ടായിരുന്നു. ഇന്ന് മഴയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടായിരുന്നോ? ഇല്ല. ഞാൻ ആലോചിക്കുകയാണ് മഴയുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന്. കുഴപ്പമില്ലായിരുന്നു, ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. ഇന്ന് വെയിലൊക്കെ ആയിരുന്നു. എല്ലാവരും രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് ഇപ്പം തന്നെ 8:30-9 മണിയായി. നമ്മുടെ ഫോൺ ഇരിക്കുന്നില്ല കേട്ടോ സുഹൃത്തുക്കളെ. സ്റ്റാൻഡിൽ വെച്ചപ്പോൾ ഉണ്ടല്ലോ, ചാഞ്ഞ് ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റൂല. നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പൊന്നു ഫോണെ, നീ ഒന്ന് അവിടെ ഇരിക്കും, ഞാനൊന്ന് വീഡിയോ എടുത്തോട്ട്. നീ എന്തിനാ ഇങ്ങനെ കുശുമ്പ് കാണിക്കുന്ന? ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് നിനക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു കേട്ടോ. അതിന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. അതാണ് അത് മറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. അത് വിചാരിക്കുന്നുണ്ട് ഇവരെന്തിനാ എപ്പോഴെപ്പോഴും എന്നെ ശല്യം ചെയ്യുന്ന, ഇവർക്ക് വെറുതെ ഇരുന്നൂടെ എന്നായിരിക്കും ഫോൺ സ്റ്റാൻഡൊക്കെ വിചാരിക്കുന്നത്. രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞോ? എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്ക്. എന്താ ചെയ്യുക നിങ്ങൾ തന്നെ ഒന്ന് പറയും സുഹൃത്തുക്കളെ. നമ്മുടെ കാര്യം നമുക്കൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചാർജ് കുത്തുമ്പോഴത്തേക്ക് ചാർജർ കംപ്ലൈൻ്റ് ആയിരിക്കും. അതല്ല എങ്കിൽ ഫോണെടുത്ത് ഇത് ട്രൈപോഡിൽ വെക്കുമ്പോൾ അതിന് അസുഖമായിരിക്കും. ഒരു വിധത്തിലും നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല കേട്ടോ. അതൊക്കെ ജീവനുള്ള വസ്തുക്കളാണ്, അതിനൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. അതും നമ്മളെ ഇടയിൽ നമ്മളെ തടസ്സപ്പെടുത്തും കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നതിനൊന്നും അതിന് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ കഴിച്ചില്ല. ഇപ്പോൾ ഒരു റീൽസൊക്കെ എടുത്തിട്ടിട്ടാണ് ആ കയ്യോടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഡെയിലി വീഡിയോ ഇടുന്നതാണല്ലോ. നമുക്കൊന്നും പിന്നീട് പാചകവും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വന്ന് നിങ്ങളോട് 2 വാക്കെങ്കിലും മിണ്ടി വീഡിയോ ഇടുന്നതാണ് കേട്ടോ. ഇപ്പം ചേച്ചിക്ക് അതിനും പറ്റുന്നില്ല. ഇപ്പം ലൈവൊക്കെ വരുന്നത് കൊണ്ടേ ശ്രദ്ധയൊക്കെ അങ്ങോട്ടായി. ലൈവ് തുടങ്ങിയ സമയത്ത് ഓടി വരുമായിരുന്നു. രാവിലെ എന്നില്ല, ഉച്ചയ്ക്കെന്നില്ല, സന്ധ്യയ്ക്കെന്നില്ല, രാത്രിയൊന്നുമില്ല. അങ്ങനെ എപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴും ഞാൻ ഫോൺ എടുക്കും, ഉടനെ ലൈവ് വരും. അതൊരാഴ്ച അങ്ങ് പോയി കേട്ടോ. അത് പോയപ്പോഴത്തേക്ക് പിന്നെ അത് മതിയായി. എപ്പോഴും നമ്മൾ ഓടി ലൈവ് വന്നാലും കാണാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പോൾ പിന്നെ നമ്മൾ അവരെയൊക്കെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്ന? ആരെങ്കിലുമൊക്കെ ഒരിക്കൽ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അപ്പോഴും വരട്ടെ. അവർ ഫോൺ എടുത്ത് നോക്കുന്നത് നമ്മളെപ്പം നോക്കിയാലും ലൈവിലുണ്ട്. അവർക്ക് തന്നെ ഒരു മടുപ്പാവും. ഈ പെണ്ണും പിള്ളേക്ക് വേറെ വേലയും കൂലിയൊന്നും ഇല്ലാണ്ട് ഓടി ലൈവ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ദിവസത്തിലൊരു വട്ടമാക്കി. ഇന്നിപ്പോൾ നോക്കട്ടെ. ഇന്ന് എൻ്റെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ ഞാൻ ലൈവ് വരും, ഇല്ലെങ്കിൽ വരത്തില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ ലൈവൊക്കെ വന്നപ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കൊക്കെ തലവേദനയായിരുന്നേ. ലൈവ് വന്ന സമയത്തും തലവേദനയായിരുന്നു. എനിക്കൊന്നും കറക്റ്റായി പറയാനൊന്നും പറ്റിയില്ലായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഓക്കെ ആയി. ഇന്നലെ ഉച്ചയ്ക്ക് ഗുളിക കഴിച്ചിട്ട് ഞാൻ കിടന്നതൊന്നുമില്ല കേട്ടോ. നമ്മൾ ഗുളിയൊക്കെ കഴിച്ചിട്ട് 1 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങിയാൽ നമുക്കതങ്ങ് മാറും. ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം. പിന്നെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വഴിയൊക്കെ പറയാം. ഇപ്പോഴേ പറഞ്ഞ് അതിൻ്റെ ഇതൊന്നും കളയുന്നില്ല. വഴിയെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ഓണമൊക്കെ വരെയല്ലേ. ഓണം പൊന്നോണം, മാമല നാട്ടിൽ പൊന്നോണം, മലയാളി മക്കൾക്കിന്നോണം, മാമല മന്നനെ വരവേൽക്കാൻ.
സത്യമായിട്ട് ഇപ്പോൾ വായിൽ വന്ന പാട്ടാണ് കേട്ടോ, ഇപ്പോഴും വായിൽ വന്ന പാട്ടാണ്. ഓണം ഓണം പൊന്നോണം മാമല നാട്ടിൽ ഇന്നോണം, മലയാളി മക്കൾക്കിന്നോണം, മാവേലി മന്നനെ വരവേൽക്കാൻ, മാവേലി മന്നനെ വരവേൽക്കാൻ. തുമ്പപ്പൂവും പൂത്തു തുടങ്ങി, അത്തപ്പൂവും വിട്ടു തുടങ്ങി, തുമ്പപ്പൂവും പൂത്തു തുടങ്ങി, അത്തപ്പൂവും വിട്ടു തുടങ്ങി, കേരള നാടാകെ ഓണം ഓണം. പോയി പോയി. എന്തൊക്കെ ഞാൻ ലൈവിൽ വന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ലൈവിൽ വന്നാൽ ഇത് തന്നെയാണ് നമ്മൾ എങ്ങനെയാണോ അത് തന്നെയാണ് നിങ്ങൾ നമ്മളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ഒരു പൊങ്ങച്ചവും പവറും കാണിക്കുന്നില്ല, നമ്മുടേതായ തനത് രീതികളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് ആരും മോശം കമൻ്റ് വിടരുത്. നമ്മളിങ്ങനെയൊക്കെയാണ്. ലൈവ് വന്നിരിക്കുമ്പോഴേ എൻ്റെ വായിൽ എന്തെങ്കിലും പൊട്ടത്തരം വരും, ഞാനങ്ങ് പാടും. ഇപ്പോഴും ഓണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ഓർമ്മ വന്നത്. ഓണം എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ. വരും ദിവസങ്ങൾ ഓണത്തിനും ഭാവിനും ഒക്കെ ഉള്ള തയ്യാറെടുപ്പുകളാണല്ലേ നമ്മൾ ഓരോരുത്തരും. ഇതൊക്കെ തന്നെയാണ് വിശേഷം. കൂടുതലൊന്നും പറയുമ്പോൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആണെങ്കിൽ അതങ്ങ് തന്നെ ഇടാം. കുറേ നാളായല്ലോ ഞാനിങ്ങനെ വന്ന് നിങ്ങളോട് കഥ പറഞ്ഞിട്ട്, ആണോ അല്ലേ? കുറേ ദിവസമായില്ലേ ചേച്ചി ഇങ്ങനെ നിങ്ങളെ മുന്നിൽ വീഡിയോയുടെ മുന്നിൽ ഇങ്ങനെ ഞാൻ വന്നിരുന്ന് സംസാരിച്ചിട്ട്. ലൈവ് വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ലൈവ് വരുമ്പോഴത്തേക്കും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനൊന്നും ആരും ഇല്ലെന്നേ. ഓരോരുത്തരും നമ്മളെ ലൈവിൽ വരും, ഈ വരുന്ന ആൾ ആ സ്പോട്ടിൽ തന്നെ അങ്ങ് പോവുകയാണ്, പിന്നെ വരുന്ന അടുത്ത ആളാണേ. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാനൊന്നും, എന്നുവെച്ചാൽ ഇപ്പം നിൽക്കുന്ന ആളിപ്പോൾ കാണത്തില്ല. അവർ ഫോൺ ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലൈവ് കാണും, അത് അവരൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും, അവരങ്ങ് പാസ് ചെയ്ത് പോകും. പിന്നെ അടുത്ത ആരെങ്കിലുമൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ പറയുമ്പോഴത്തേക്ക് പിന്നെ വരുന്നവർ ഇവരെന്തോ ഈ പറയുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലേ. അതുകൊണ്ടാണ് ചേച്ചി ലൈവിലൊന്നും പറയാത്ത കേട്ടോ. ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് കമൻ്റ് ഇടുന്നവർക്ക് കമൻറ്റിൻ്റെ റിപ്ലൈ കൊടുക്കും. പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്, അതൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ചേച്ചിയുടെ ഫോൺ ഞാനിപ്പോൾ ഫുൾ ടൈം നെറ്റ് ഓണാക്കിയിടുന്ന ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഇപ്പോൾ ഫുൾ ടൈം നെറ്റ് ഓഫാക്കിയാണ് ഇടുന്നത്. ആവശ്യത്തിന് മാത്രം ഓൺ ചെയ്ത്, എന്നാലും ടപ്പേന്ന് നെറ്റ് അങ്ങ് തീരും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം കേട്ടോ. ചേച്ചിയുടെ കുഞ്ഞ് വിശേഷമാണ് നിങ്ങളെ മുന്നിൽ എത്തിച്ച്. അപ്പോൾ ഇന്നും എൻ്റെ മോളും മക്കളും ഒക്കെ വന്നിരുന്നു കേട്ടോ. അതുങ്ങൾ വന്നിട്ട് അതുങ്ങളൊക്കെ പോയതിന് ശേഷമാണ് ഞാനൊരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ഇട്ട്, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ വീഡിയോ കാണണം, ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളെ ലൈവിൽ വരുന്നവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല, നിങ്ങളാണ് നമ്മുടെ എല്ലാം. അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർ ലൈവ് കാണുന്നില്ലെങ്കിൽ ലൈവും കൂടെ ഒന്ന് പോയി കാണണേ. ലൈവ് കാണുന്നവർ നമ്മളെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനലിൽ കയറി നമ്മളെ വീഡിയോസും കൂടെ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ എല്ലാവരും ഓക്കെ ആണല്ലോ? നമ്മളെ വീഡിയോസ് കാണുന്നവർ, ഷോർട്ട് വീഡിയോ കാണുന്നവരും പിന്നെ ലൈവ് കാണുന്നവരും ഒക്കെ നിങ്ങൾ കൂട്ടായ്മയായിട്ട് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചിലർ ഷോർട്ട് വീഡിയോ കാണുന്നവർ മെയിൻ വീഡിയോ കാണില്ല, മെയിൻ വീഡിയോ കാണുന്നവർ ഷോർട്ട് കാണില്ല, ഷോർട്ട് വീഡിയോയും പിന്നെ മെയിൻ വീഡിയോ കാണുന്നവർ ലൈവ് കാണത്തില്ല, ലൈവ് കാണുന്നവർ ഇത് രണ്ടും കാണത്തില്ല. അങ്ങനെ ജനം പലവിധമാണ്, പലരും പല രീതിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ എല്ലാ വീഡിയോസും കണ്ട് ലൈവൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മളെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നിങ്ങളെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞും ബോറടിപ്പിക്കുന്നില്ല. ലൈവ് ഒന്നും വരാൻ പറ്റുകയാണെങ്കിൽ വരില്ലെങ്കിൽ ഞാനൊന്നും ലൈവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ പറഞ്ഞിട്ട് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ചേച്ചി പോട്ടെ.